എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് മൂകാംബികയിലോട്ടാണ് കേട്ടോ പോകുന്നത്. കച്ചു നല്ല ഉറക്കമാണ്. ഞങ്ങളിത് രാവിലെ 6 മണിക്കാണ് വീട്ടിൽ നിന്ന് വിടുന്നത്. മക്കളെല്ലാവരും നല്ല ഉറക്കമാണ്. ഞങ്ങൾ രണ്ടുപേരെയും ലവ് മാരേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റുന്ന യാതൊരു ഉറപ്പും ഉണ്ടായില്ല. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. വിവാഹം കഴിക്കുകയാണെങ്കിലും ഞങ്ങൾ അമ്മയെ കാണാൻ രണ്ടുപേരും വരുന്നതാണെന്ന്. എല്ലാ തവണ ലിജിയുടെ ലീവിന് വരുന്ന സമയത്ത് ഞങ്ങൾ പറയാറുണ്ട് ഇത്തവണ എന്തായാലും മൂകാംബിക പോകണമെന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും നടക്കാറില്ല കേട്ടോ. ഇന്നിതാ ഇപ്പോഴാണ് നടന്നത്. 2 മക്കളായി 9 വർഷം ആവാനായി. ഈ സമയത്താണ് ഞങ്ങൾ നേർച്ച നിറവേറ്റാനായിട്ട് പറ്റിയിട്ടുള്ളത്. പിന്നീട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വിട്ട് പിന്നെ നേരെ സിസ്റ്ററെ വീട്ടിൽ പോയിട്ടുണ്ട്. ലിജിയുടെ സിസ്റ്ററെയും ഭർത്താവിനെയും മക്കളെയൊക്കെ കൂട്ടി പിന്നെ നമ്മളെന്താ നേരെ മൂകാംബികയിലോട്ട് വിട്ടിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ വിശേഷ ദിവസത്തിനൊന്നുമല്ല ഞങ്ങൾ മൂകാംബികയിലോട്ട് പോകുന്നത് കേട്ടോ. സാധാരണ നമ്മൾ തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മക്കളെയും കൂട്ടി പോക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് കുറച്ചും കൂടി നല്ലത് വിശേഷ ദിവസം പോവാതിരിക്കുന്നതാണ്. ഞങ്ങൾ വൈകുന്നേരം മൂകാംബികയിലെത്തി. അന്നത്തെ വൈകുന്നേരത്തെ ദർശനവും പിറ്റേ ദിവസം പുലർച്ചയ്ക്കുള്ള ദർശനവും കൂടി കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ മൂകാംബികയിലോട്ട് പോകുന്നത്. ശേഷം ഞങ്ങളിതാ പകുതിക്ക് വണ്ടി സൈഡാക്കിയിട്ട് മക്കൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അമ്മ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് രാവിലെ ഉപ്പുമാവും അതുപോലെ തന്നെ കട്ടനൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് അവരിക്കുള്ള ഫുഡ് ഞങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ പകുതിക്ക് അവിടെ നമുക്കിപ്പോൾ നിർത്താൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിട്ട് പതുക്കെ പോവുകയാണ് കുറച്ചും കൂടി ബെറ്റർ. ഇപ്പം എൻ്റെ ആൻറ്റിക്കുട്ടിക്കൊക്കെ ഒരുപാട് ദൂരം വണ്ടിയിൽ ഇരിക്കുന്നത് മടുപ്പാണ്. അവൾക്ക് പിന്നെ എന്തിനൊന്നുമില്ലാതെ വാശിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പകുതിക്ക് വെച്ച് വണ്ടി നിർത്തി ഇതുപോലെ സൈഡാക്കി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോവാറ്. ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഉടുപ്പി ക്ഷേത്രത്തിലേക്കാണ് വിട്ടിട്ടുള്ളത്. അമ്പലത്തിൻ്റെ അകത്തേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി അമ്പലത്തിൻ്റെ ബോർഡ് കണ്ടതിന് ശേഷം പിന്നെ കുറച്ച് ദൂരം മാത്രമേ നടക്കാനുണ്ടാവുന്നു. ഇത്രയും പ്രതീക്ഷിച്ചില്ല. നടന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് നമ്മളെ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് തന്നെ അമ്പലം ചുറ്റി ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വഴിയോരങ്ങളിലൊക്കെ ഇതുപോലെ മാലാവള കമ്മല് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. ഞാൻ മാലേൻ്റെ വില ചോദിച്ചപ്പോൾ 50 രൂപയോ 40 രൂപയോ മറ്റോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് കുറച്ച് കുറവ് പോലെ തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു മാല കാണാനായിട്ട്. ഈ ഒരു കുളത്തിൻ്റെ സൈഡ് മൊത്തം ചുറ്റി റൗണ്ട് അടിച്ചിട്ട് വേണം നമ്മൾ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ വിറക് നന്നായിട്ട് നല്ലൊരു വൃത്തിയായിട്ട് ഒരു ആകൃതിയിൽ അട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനുള്ളതാണെന്ന് അറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ച് കൂടുതൽ നേരം നമ്മളിത് അവിടെ നിന്നിട്ടുണ്ട്. അല്ലിക്കുട്ടിക്കും കശ്വിക്കും ഒക്കെ മടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുളത്തിൻ്റെ സൈഡ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല പച്ചക്കുളമായിരുന്നു. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 2 രഥങ്ങൾ ഉണ്ടായിരുന്നു അവിടെ മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വലിയ രഥങ്ങൾ. പിന്നെ നമ്മൾ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ മൂകാംബികയിലോട്ട് വിട്ടിട്ടുണ്ട്. മൂകാംബികയിലെ കവാടം കാണുമ്പോൾ തന്നെ ഭയങ്കര മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞാനിത് ലിജിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോസ് എടുക്കണമെന്ന്. അങ്ങനത്തെ നിഖിലേട്ടനാണ് എനിക്ക് ഈ ഒരു വീഡിയോസ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ മൂകാംബികയിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അലച്ചിലുണ്ടായില്ല കേട്ടോ. റൂം ബുക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ അവിടെ പോയി പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ മൂകാംബിക അമ്പലത്തിനോട് അടുത്തായിട്ട് തന്നെയാണ് നമ്മൾ റൂം എടുത്തതും. അതുകൊണ്ട് നമുക്ക് വൈകുന്നേരത്തെ ദർശനം കൂടി പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ വിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉടുപ്പി ക്ഷേത്രത്തിൽ കയറി പിന്നെ നമുക്ക് മുരുടേശ്വരം കൂടി കയറിയിട്ട് മൂകാംബികയിലോട്ട് വന്നാൽ മതിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് മൂകാംബികയിലെ ദർശനം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ മുരുടേശ്വരം പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അവിടെ കടലിൻ്റെ സൈഡ് ആയതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. എല്ലാ വെയിലും നമ്മളെല്ലാവരും കൊണ്ടിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കോലായിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആണെങ്കിലും നമുക്ക് ഇത്രയും ക്ഷീണം പിടിക്കില്ലായിരുന്നു. ഇത് മക്കൾക്കൊക്കെ നല്ല വെയിൽ കൊണ്ട് ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അമ്പലത്തിലെത്തിയതിന് ശേഷം ആൻലിക്കുട്ടിക്ക് ചെറിയൊരു ഛർദിയും പനിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2-3 പ്രാവശ്യം ഛർദിച്ചതിന് ശേഷം പിന്നെ അവൾക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. പിന്നെ ആ പനിയൊക്കെ അങ്ങനെ പോയി. പിന്നെ കച്ചുവിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, കച്ചു ഓക്കെ ആയിരുന്നു കേട്ടോ. ആൻലിക്ക് പിന്നെ ഒരു ഛർദിയൊക്കെ കണ്ടതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരുപാട് നേരം അമ്പലത്തിൻ്റെ അകത്ത് നിന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന ഏരിയ ഇതുപോലെ കമ്പിവേലികൾ കെട്ടി നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും അവിടെ തന്നെയുണ്ട്. പിന്നെ ഞാൻ ലിജിയേട്ടനും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ വന്നു. പിന്നെ അമ്മയും ലിജിയേട്ടൻ്റെ പെങ്ങളൊക്കെ അതിൻ്റെ ബാക്കിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നതാണ് ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോസും കണ്ടിട്ട് വരാം കേട്ടോ. ഇത് പിറ്റേ ദിവസം പുലർച്ചെ 5 മണിക്കുള്ള വീഡിയോ ആണ്. നമ്മൾ പുലർച്ചെ 5:30 ആകുമ്പോൾ നമ്മൾ ദർശനത്തിന് പോകേണ്ട രീതിയിലാണ് നമ്മൾ എല്ലാവരും റെഡിയാകുന്നത് കേട്ടോ. പുലർച്ചെ ആയതുകൊണ്ടാണെന്നറിയില്ല, വലിയ തിരക്കില്ലാണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് മൂകാംബിക അമ്മേനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. മക്കളെ കൊണ്ടും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അവർ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൻലിക്കുട്ടിയുടെ തല ഞാൻ കഴുകിയിട്ടില്ല, രാവിലെ ആയതുകൊണ്ട്, പുലർച്ചെയല്ലേ, അതുകൊണ്ട് പിന്നെ നീരിറക്കോ കാര്യങ്ങളൊന്നും വരണ്ടെന്ന് കരുതി. അങ്ങനെ ഇത് അമ്പലത്തിലോട്ട് എല്ലാവരും പോവാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ, വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ എടുത്ത റൂമെന്ന് പറയുന്നത് നമ്മളെ റൂമിൽ നിന്ന് ഒരു 5 മിനിറ്റോളം നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലോട്ട്. ഇതാ ആ കാണുന്ന റോഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൻ്റെ മുറ്റായി. പിന്നെ അടുത്തുണ്ട് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തത് കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. പുലർച്ചെ ആയതുകൊണ്ട് എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു പുറത്തൊക്കെ കാണാനായിട്ട്. ചെറിയ രീതിയിലുള്ള തണുപ്പൊക്കെ ഉണ്ട്, വെള്ളത്തിന് നല്ല തണുപ്പുമുണ്ട്. പിന്നെ ഹീറ്റിലുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നത്. പിന്നെ കടകളൊക്കെ തുറക്കുന്നതേ ഉള്ളൂ. എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും ഈ സമയത്ത്. പിന്നെ അവിടെ പശുവിനെ നടയിലിരുത്തിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ദർശനവും കിട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നെയ്വിളക്ക് കത്തിക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് റെസിപ്റ്റ് ലിജിയേട്ടൻ മുറിച്ചിട്ടുണ്ടായിരുന്നു, ലഡുവിൻ്റെ റെസിപ്റ്റ് മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുങ്കുമാർച്ചന ഉണ്ടായിരുന്നു. കുങ്കുമാർച്ചനയ്ക്ക് കുറച്ച് ആൾക്കാർ ഇരുത്തിയിട്ട് കുറച്ച് ശ്ലോകങ്ങളൊക്കെ ചൊല്ലി നമ്മുടെ പേര് നക്ഷത്രമൊക്കെ ചോദിച്ച് അവർ തരുന്ന അരി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇടണം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുറച്ചുകൂടി അറിയുന്ന ആളെയും കൂട്ടിയിട്ട് മൂകാംബിക ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് തപ്പി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓരോരുത്തരോടും പോയി ചോദിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ നെയ്വിളക്കിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നെയ്വിളക്ക് നമ്മൾ 10 നെയ്വിളക്ക് അങ്ങനെ 10-9 നെയ്വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 വിളക്ക് മിസ്സായി. പിന്നെ നമ്മൾ ഉള്ള വിളക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ കുങ്കുമാർച്ചനയുടെ പ്രസാദം വാങ്ങിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുങ്കുമാർച്ചനയുടെ പ്രസാദം വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ നേരെ അരിയിൽ എഴുതിക്കുന്ന ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ അരിയിൽ എഴുതിക്കാൻ നേർച്ചയില്ലെങ്കിലും പോലും അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നിട്ട് അവർ പറയുന്ന ശ്ലോകങ്ങൾ ഏറ്റു ചൊല്ലുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, രാവിലെ ആകുന്നതിനനുസരിച്ചിട്ട് ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. മൂകാംബികയിൽ വന്നിട്ട് രഥത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസ് എടുക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഞങ്ങളും അവിടെ എത്തിയിട്ട് രഥത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കച്ചു എൻ്റെ മാലേൻ്റെ ഭംഗിയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അധിക നേരം നമ്മൾ അകത്ത് നിന്ന് വെറുതെ സമയം കൂട്ടി കളിച്ചില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ചായ കുടിക്കാനുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ കടകളൊക്കെ ഓപ്പണായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങൾ റൂം എടുത്തതിൻ്റെ സൈഡിൽ തന്നെ ഹോട്ടലുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞത് അവിടെ നിന്ന് കഴിക്കാമെന്നാണ്. എല്ലാവരും കൂടി അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം വിലക്കുറവൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചായ കുടിച്ച് റെഡിയായിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മൂകാംബികയിൽ നിന്ന് വിട്ട് മുരുടേശ്വരത്തേക്ക് പോകണമെന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റൂമിൻ്റെ സൈഡിൽ തന്നെയുള്ള ഹോട്ടൽ എന്ന് പറയുന്നത് ഈ ഒരു ഹോട്ടലാണ് കേട്ടോ.
മോശമില്ലാത്ത ഫുഡാണ് അവിടെ ഉണ്ടായിരുന്നത്. മക്കളെ എടുത്ത് നടക്കൽ ഇച്ചിരി പാടുള്ള കാര്യമായതുകൊണ്ട് തന്നെ കൈയൊക്കെ നല്ല ഉപ്പിലിട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടുന്ന് മസാല ദോശയും പുട്ടുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആലിക്കുട്ടിനെ ഞാൻ എടുത്തുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവളെ താഴെ ഇറക്കാൻ പറ്റില്ല. അവിടെ ടോയ്സിൻ്റെ കടയൊക്കെ കണ്ടുകൊണ്ട് നേരെ അങ്ങോട്ടേക്കാണ് ഓടിപ്പോകുന്നത് കേട്ടോ. രണ്ടുപേരെയും മാറി മാറി എടുക്കുന്നതുകൊണ്ട് തന്നെ കൈ നല്ല ഉപ്പിലിട്ട അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. കൈ നല്ല വേദനയായിരുന്നു കേട്ടോ. ഞാനും ലിജിയേട്ടനും മാറി മാറി എടുത്തിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെന്നെങ്കിലും മലയാളം കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയ സമയത്തും അങ്ങനെ തന്നെയായിരുന്നേ. എവിടെന്നെങ്കിലും ആരെങ്കിലും മലയാളം പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുക, അതാരാ എവിടെയുള്ള ആൾക്കാരെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. രാവിലെയുള്ള മൂകാംബികയിലെ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പുറമേ നിന്നൊക്കെ കാണാനായിട്ട്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഇനി നേരെ നാട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ 2 ദിവസത്തെ മൂകാംബിക യാത്ര ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഇനി മുരുടേശ്വരം കൂടി പോയി പിന്നെ ഇവിടെ നേരെ നാട്ടിലേക്ക് പോവാണ്. പിന്നെ വെറുതെ സമയം കൂട്ടി കളിക്കാണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി കാറിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് യാത്രയായിട്ടുണ്ട്. ഇനി ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടി വരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ മൂകാംബികയിൽ നിന്ന് മുരുടേശ്വരം പോകാമെന്നാണ് കരുതിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻസ്റ്റയിലൊരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ശ്രീ സിദ്ധ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം കൂടി ഉണ്ട്. അപ്പോൾ മൂകാംബിക പോയിട്ട് അവിടേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ തീർത്ഥക്കുളത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിജേൻ്റെ സിസ്റ്ററും ആ വീഡിയോസിൽ കണ്ടിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്കാണ് ആദ്യം പോയത്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 2 മണിക്കൂർ യാത്ര പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് അപ്പം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾ കവാടത്തിൻ്റെ ഒക്കെ നിന്നിട്ട് മൂകാംബികയിലെ കവാടത്തിൻ്റെ ഒക്കെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ക്ഷേത്രത്തെ ഈ ഒരു ക്ഷേത്രമാണ്. പിന്നെ ഞങ്ങൾ അകത്ത് കയറി പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ സ്വാമിമാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. തീർത്ഥക്കുളത്തിൻ്റെ പ്രത്യേകത എന്താണ് വീഡിയോസ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആ സമയത്ത് ഞാനും വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇത് വലിയ കാടിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. അങ്ങനെ ഞങ്ങളിതാ പിന്നെ മുരുടേശ്വരത്തേക്ക് നേരെ വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. മുരുടേശ്വരത്ത് എത്തിയപ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ മുകളിലത്തെ ഭാഗമൊക്കെ ദൂരന്നേ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ സമയത്തും അതുപോലെയാണോ എന്നറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാനായിട്ട്. നമ്മൾ പോകുന്ന സമയത്ത് അമ്പലത്തിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ പെയിൻ്റ് അടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ എത്തി ഞങ്ങൾ പിന്നെ നേരെ ഇത് അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അമ്പലത്തിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ, ഒരുപാടൊന്നുമില്ല. പിന്നെ ഇത് അകത്തോട്ട് കയറി ശിവൻ്റെ സ്റ്റാച്യൂവിലേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരുപാട് അത് വലിയ തിരക്കൊന്നുമില്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ ഈ ഒരു വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു ഫോട്ടോസിലൊക്കെ കാണാനായിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. കച്ചു ആനിയും കുറച്ച് നേരം ഇത് അനങ്ങാതിരുന്നിട്ടുണ്ട്. കച്ചു അടുത്ത പരിപാടിക്കുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പിന്നെ അവിടുന്ന് കുട്ടികൾക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അധിക നേരം അവിടെ നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ ശിവൻ്റെ സ്റ്റാച്യു ഇല്ലേ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ വിശ്രമിച്ചിരുന്ന് ഞങ്ങൾ പിന്നെ നേരെ മറ്റേ ശിവൻ്റെ സ്റ്റാച്യുവിൻ്റെ സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ ശരിക്കും പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല വെയിലുമായിരുന്നു, കുടയും പിടിക്കണം. കച്ചുനെ കൂട്ടിയിട്ടുണ്ടായില്ല. ആൻറ്റീനെയും എടുത്ത് നടക്കലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനും ആൻറ്റിയും കൂടി അവിടുന്ന് വീഴാനൊക്കെ നോക്കി. പിന്നെ കുറച്ച് മുകളിലോട്ട് എത്തിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ നല്ല വെയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ എങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വെയിൽ സഹിക്കാൻ പറ്റാത്ത വെയിൽ, കടലിൻ്റെ സൈഡായതുകൊണ്ട്
അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത് വൈകുന്നേരം സമയത്ത് പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ എൻട്രി ഫീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് കുട്ടികൾക്ക് വേറെയാണ്, അതുപോലെ തന്നെ മുതിർന്നവർക്കും വേറെയാണ് പൈസ വരുന്നത്. എത്രയാ പൈസ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരുപാട് കാണാനൊന്നുമില്ല, ചെറിയൊരു ഭാഗം ഇതുപോലെ പലതരം സ്റ്റാച്ചുകളാണ്. നമുക്ക് പെട്ടെന്ന് കണ്ടിറങ്ങാനായിട്ട് പറ്റും. അവിടെ നിന്നെല്ലാം കണ്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് മംഗലാപുരം ഹെഗ്ഡ ഹോസ്പിറ്റലിലേക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭക്ഷണം ഇവിടെ കിട്ടുന്നുള്ള തപ്പി നടക്കലിൽ അവസാനം നമ്മൾ എത്തിച്ചെന്നത് ഇവിടത്തേക്കാണ്. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് പിന്നെ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ടാറ്റ ബൈ, സീ യു.